ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പം ഇന്നാണെങ്കിൽ ഞാൻ തന്നെ സ്വന്തമായിട്ട് നട്ട ഒരു കാന്താരി ചെടി എങ്ങനെയാണ് വിളവെന്ന് നോക്കാം. അതിൽ എത്രത്തോളം കാന്താരികളുണ്ടെന്ന് നോക്കാം. അപ്പം കാന്താരി എടുക്കുന്നത് കൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് ഒരു റെസിപ്പിയും കൂടെ ഉണ്ടാക്കി നോക്കുവാണ്. നമ്മൾ യൂട്യൂബ് ചാനലിൽ കാന്താരി ചമ്മന്തിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ളവർ പോയി കാണുക. നമ്മുടെ വടക്ക് വശത്താണ് കേട്ടോ ഉള്ളത്. നമുക്കപ്പോൾ അവിടെ പോയി നോക്കാം ഗായ്സ്. അപ്പോൾ നല്ല ഇതുപോലെ കാന്താരിയൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. ഇതൊക്കെ കാന്താരിയാണ് കേട്ടോ. ഒന്ന് രണ്ട് ചുവന്ന മുളകും ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ എല്ലാം പറിച്ചിടുവാണേ. അതിൻ്റെ ഇടയിലൊക്കെയാണ് ചുവന്നതൊക്കെ നിൽക്കുന്നത്. പച്ച ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പറമ്പെന്ന് പറയുന്നത്. ഇവിടെയാണ് ഇഷ്ടം പോലെ കാന്താരിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പറിച്ചു വെച്ച കാന്താരിയുടെ തണ്ടൊക്കെ നമ്മൾ ഇളക്കുവാണ്. തണ്ട് നമുക്ക് ആവശ്യമില്ല. ഞാനാണെങ്കിൽ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. എരിവൊക്കെ ചോറിൻ്റെ കൂടെ വേണം എന്നുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെ തണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാന്താരി ഒന്ന് ഉപ്പിലിടാനുള്ള ഒരു പ്ലാനിങ് ആണ്. അങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാന്താരി അതിലോട്ട് ഇടുവാണ്. കുറച്ച് വെള്ളവും കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഇത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചതിന് ശേഷം 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് എടുത്ത് കഴിക്കാനുള്ളത്. അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. മാക്സിമം ഇതുപോലെ അച്ചാറോ ഉപ്പിലിടുകയോ വല്ലതും പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് വല്ല സ്റ്റീലോ അതോ അല്ലാതെ ഗ്ലാസ് ബൗളിലിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു കെമിക്കലും വരില്ല. 4-5 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇനി അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരേക്കും എല്ലാവരും സേഫും കെയറുമായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.